കൂട്ടുകാരെ, എല്ലാവർക്കും ലക്ഷ്മീസ് ഫ്രണ്ട്ലി വേൾഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് 2025 ജനുവരി 3 പ്രധാനപ്പെട്ട ആനുകാലിക ചോദ്യങ്ങളുമായാണ്. എന്നാൽ നമുക്ക് സമയം കളയാതെ വേഗം തന്നെ പഠിക്കാൻ തുടങ്ങിയാലോ? ആരംഭിച്ചാലോ? ആർ യു റെഡി? ആദ്യത്തെ ചോദ്യം, 2025 ജനുവരിയിൽ അന്തരിച്ച മലയാള പത്രപ്രവർത്തന രംഗത്തെ പ്രശസ്തനായ വ്യക്തി ആരാണ്? 2025 ജനുവരിയിൽ അന്തരിച്ച മലയാള പത്രപ്രവർത്തന രംഗത്തെ പ്രശസ്തനായ വ്യക്തി ആരാണ് എന്നാണ് ചോദ്യം. ഉത്തരം അറിയാമെങ്കിൽ പറഞ്ഞേ. ആൻസർ എസ് ജയചന്ദ്രൻ നായരാണ്. എസ് ജയചന്ദ്രൻ നായർ. ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ നോക്കാം. 1939 തിരുവനന്തപുരത്ത് ശ്രീ വരാഹം എന്ന സ്ഥലത്താണ് ഇദ്ദേഹം ജനിച്ചത്. 1957 കെ ബാലകൃഷ്ണൻ പത്രാധിപരായ കൗമുദിയിലാണ് മാധ്യമ പ്രവർത്തനം ആരംഭിച്ചത്. 1975 കലാകൗമുദി ആഴ്ചപ്പതിപ്പ് ആരംഭിച്ചപ്പോൾ സഹപത്രാധിപരും പിന്നീട് പത്രാധിപരുമായി. ഓർത്തു വയ്ക്കുക, എസ് ജയചന്ദ്രനാണ് കലാകൗമുദി ആഴ്ചപ്പതിപ്പിൻ്റെ ആദ്യത്തെ സഹപത്രാധിപർ. അതുപോലെ തന്നെ 1997 മുതൽ ഇദ്ദേഹം സമകാലിക മലയാളത്തിൻ്റെ പത്രാധിപരായിരുന്നു. 2012 സ്ഥാനമൊഴിഞ്ഞത്. എസ് ജയചന്ദ്രൻ 2 സിനിമകൾക്ക് തിരക്കഥ രചിച്ചിട്ടുണ്ട്. ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത 1989 പുറത്തിറങ്ങിയ പിറവി എന്ന സിനിമയ്ക്കും അതുപോലെ തന്നെ 1994 പുറത്തിറങ്ങിയ സ്വം എന്ന സിനിമയ്ക്കുമാണ് തിരക്കഥ എഴുതിയിട്ടുള്ളത്. സ്വം ഇദ്ദേഹം നിർമ്മിക്കുകയും ചെയ്തു. 1989 പുറത്തിറങ്ങിയ പിറവി, 1994 പുറത്തിറങ്ങിയ സ്വം. ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട അവാർഡുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എസ് ജയചന്ദ്രൻ നായരുടെ ആത്മകഥയായ എൻ്റെ പ്രദക്ഷിണ വഴികൾക്ക് 2013 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ആത്മകഥ എന്താണ്? എൻ്റെ പ്രദക്ഷിണ വഴികൾ. ഇതിന് 2013 കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹം രചിച്ച കാഴ്ചയുടെ സത്യം എന്ന കൃതിക്കാണ് മികച്ച ചലച്ചിത്ര കൃതിക്കുള്ള സംസ്ഥാന അവാർഡ് 2012 ലഭിച്ചത്. കാഴ്ചയുടെ സത്യം എന്ന ഇദ്ദേഹം രചിച്ച കൃതിക്കാണ് മികച്ച ചലച്ചിത്ര കൃതിക്കുള്ള സംസ്ഥാന അവാർഡ് 2012 ലഭിച്ചത്. അതുപോലെ ഇദ്ദേഹം രചിച്ച മൗന പ്രാർത്ഥന പോലെ എന്ന കൃതിക്കാണ് മികച്ച സിനിമാ ഗ്രന്ഥത്തിനുള്ള 2018 ദേശീയ അവാർഡ് ലഭിച്ചത്. ഇദ്ദേഹം രചിച്ച മൗന പ്രാർത്ഥന പോലെ എന്ന കൃതിക്ക് ഇതിനാണ് മികച്ച സിനിമാ ഗ്രന്ഥത്തിനുള്ള 2018 ദേശീയ അവാർഡ് ലഭിച്ചത്. കൂടാതെ പത്രപ്രവർത്തന രംഗത്തെ മികവിന് ഇദ്ദേഹത്തിന് അനേകം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ട്രെക്കിംഗ് റൂട്ട് ഏതാണ് എന്നാണ്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ട്രെക്കിംഗ് റൂട്ട്. ഉത്തരം അന്നപൂർണ സർക്യൂട്ട്. അന്നപൂർണ സർക്യൂട്ടാണ് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ട്രെക്കിംഗ് റൂട്ട്. അന്നപൂർണ സർക്യൂട്ട് നേപ്പാളിലെ കാഠ്മണ്ഡു മുതൽ പൊക്ര വരെയാണ്. നേപ്പാളിലെ കാഠ്മണ്ഡു മുതൽ പൊക്ര വരെ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഈ ചോദ്യം ഉൾപ്പെടാനുള്ള കാരണം അന്നപൂർണ സർക്യൂട്ട് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് പൂർത്തിയാക്കി എന്ന റെക്കോർഡ് എടവനക്കാട് സ്വദേശിയായ അസ്ലം തട്ടാരത്ത് സ്വന്തമാക്കിയിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് പൂർത്തിയാക്കുക എന്ന റെക്കോർഡ് എടവനക്കാട് സ്വദേശിയായ അസ്ലം തട്ടാരത്ത് സ്വന്തമാക്കി. അടുത്ത ചോദ്യം, അടുത്തിടെ ചാലക്കുടി പുഴയിൽ ജനിതക വിശകലന പഠനത്തിലൂടെ ഗവേഷകർ കണ്ടെത്തിയ ഹൊറബാഗ്രസ് ഒബ്സ്ക്യൂറസ് ഏത് ഇനത്തിൽപ്പെടുന്നു? അടുത്തിടെ ചാലക്കുടി പുഴയിൽ നിന്നും ഗവേഷകർ ജനിതക വിശകലന പഠനത്തിലൂടെ കണ്ടെത്തിയ ഹൊറബാഗ്രസ് ഒബ്സ്ക്യൂറസ് ഏത് ഇനത്തിൽപ്പെടുന്നു എന്നാണ് ചോദ്യം. ആൻസർ എന്താണ്? മഞ്ഞക്കൂരി മത്സ്യം.
മഞ്ഞക്കൂരി മത്സ്യത്തിൻ്റെ ഇനത്തിൽ പെടുന്നതാണ് ഹൊറബാഗ്ഡസ് ഒബ്സ്ക്യൂറസ്. ഇത് സെൻറ്റർ ഫോർ പെനിൻസുലാർ അക്വാട്ടിക് ജനറ്റിക് റിസോഴ്സിലെ ഗവേഷകരാണ് കണ്ടെത്തിയത്. ചാലക്കുടി പുഴയുടെ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ട് പദവി ഉറപ്പിക്കുന്നതാണ് ഈ കണ്ടെത്തൽ എന്നാണ് പഠന റിപ്പോർട്ട് പറയുന്നത്. ഇത് ഇന്ത്യൻ ജേർണൽ ഓഫ് ഫിഷറീസ് റിസർച്ചിൽ പ്രസിദ്ധീകരിച്ച പഠനമാണ്. നേരത്തെ ഈ ഒരു മത്സ്യ ഇനത്തെ കരിങ്കഴുത്തൻ മഞ്ഞക്കൂരി എന്നാണ് വിളിച്ചിരുന്നത്. എന്നാൽ ഇത് തനത് സ്വഭാവമുള്ള ഒരു വ്യത്യസ്ത ഇനമാണെന്ന് കണ്ടെത്തിക്കഴിഞ്ഞു. അടുത്ത ചോദ്യം, ചലച്ചിത്ര ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് കേരള സിനി ഡ്രൈവേഴ്സ് യൂണിയൻ്റെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്ന ഫെഫ്കയുടെ പുതിയ പദ്ധതി. ചലച്ചിത്ര ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് കേരള സിനി ഡ്രൈവേഴ്സ് യൂണിയൻ്റെ KSDUവിൻ്റെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്ന ഫെഫ്കയുടെ പദ്ധതിയുടെ പേര് എന്താണ് എന്നാണ് ചോദ്യം. ഉത്തരം എന്താണ്? ഫെഫ്ക KSDU സേഫ് ജേർണി. ഫെഫ്ക KSDU സേഫ് ജേർണി അല്ലെങ്കിൽ സേഫ് ജേർണി പദ്ധതിയിലൂടെയാണ് കേരള സിനി ഡ്രൈവേഴ്സ് യൂണിയൻ്റെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നത്. സേഫ് ജേർണി. ഫെഫ്കയെ കുറിച്ചിട്ട് ചില പ്രധാന വിവരങ്ങൾ നോക്കാം. ഫെഫ്കയുടെ പൂർണ്ണനാമം ഫിലിം എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് കേരള എന്നാണ്. ഫിലിം എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് കേരള. ഇത് കേരളത്തിൽ സിനിമയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള സംഘടനയാണ്. അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ശരിയായ രീതിയിൽ പ്രവർത്തനങ്ങൾ നിർവഹിക്കാനുമുള്ള സംഘടന. നിലവിലെ പ്രസിഡന്റ് സിബി മലയിലാണ്. സിബി മലയിൽ. അതുപോലെ ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണനാണ്. അടുത്ത ചോദ്യം, സ്വകാര്യ പങ്കാളിത്തത്തോടെ രാജ്യത്ത് ആദ്യമായി ആണവ റിയാക്ടറുകൾ സ്ഥാപിക്കുന്നത് ഏത് സ്ഥാപനത്തിൻ്റെ കീഴിലാണ്? സ്വകാര്യ പങ്കാളിത്തത്തോടെ രാജ്യത്ത് ആദ്യമായി ആണവ റിയാക്ടറുകൾ സ്ഥാപിക്കുന്നത് ഏത് സ്ഥാപനത്തിൻ്റെ കീഴിലാണ് എന്നാണ് ചോദ്യം. ഉത്തരം എന്താണ്? ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ കീഴിലാണ് ഇന്ത്യ ആദ്യമായിട്ട് സ്വകാര്യ പങ്കാളിത്തത്തോടെ ആണവ റിയാക്ടറുകൾ സ്ഥാപിക്കുന്നത്. ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് NPCIL. ഇക്കഴിഞ്ഞ ബജറ്റിൽ സ്വകാര്യ മേഖലയുമായി ചേർന്ന് 220 മെഗാവാട്ടിന് താഴെ ശേഷിയുള്ള ഭാരത് സ്മോൾ റിയാക്ടറുകൾ എന്ന കുഞ്ഞൻ ആണവ നിലയങ്ങൾ സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇത് കൂടുതൽ സുരക്ഷിതമായ റിയാക്ടറുകളായിട്ടാണ് അറിയപ്പെടുന്നത്. അതുപോലെ ചെലവും കുറവാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് രാജ്യത്ത് ആദ്യമായിട്ട് സ്വകാര്യ പങ്കാളിത്തത്തോടെ ആണവ റിയാക്ടറുകൾ സ്ഥാപിക്കുന്നത്. അടുത്ത ചോദ്യം, വിളവ് കൂട്ടാൻ സാധ്യമായ കണ്ടെത്തലായ മണ്ണിലെ വിഷാംശം തിന്ന് ജീവിക്കുന്ന ബാക്ടീരിയയെ കണ്ടെത്തിയ ഇന്ത്യൻ സർവകലാശാല. മണ്ണിലെ വിഷാംശം തിന്ന് ജീവിക്കുന്ന ഒരു ബാക്ടീരിയയെ കണ്ടെത്തിയിരിക്കുകയാണ് ഒരു ഇന്ത്യൻ സർവകലാശാല. ഇതിലൂടെ വിളവ് കൂട്ടാനായിട്ട് നമുക്ക് സാധിക്കും. ഇത് ഏത് സർവകലാശാലയാണ് എന്നാണ് ചോദ്യം. ഉത്തരം IIT ബോംബെയാണ്. IIT ബോംബെയാണ് മണ്ണിലെ വിഷാംശം തിന്ന് ജീവിക്കുന്ന ഈ ബാക്ടീരിയയെ കണ്ടെത്തിയിരിക്കുന്നത്. കീടനാശിനിയിലൂടെ മണ്ണിലെത്തുന്ന വിഷാംശമുള്ള രാസവസ്തുക്കളെയും ഹാനികരമായ മറ്റു ഘടകങ്ങളെയും അകത്താക്കുന്ന ഈ ബാക്ടീരിയകൾ വിളവ് കൂട്ടുന്നു എന്നാണ് പഠനത്തിൽ വ്യക്തമായത്. അതുപോലെ വിഷമാലിന്യങ്ങളിൽ നിന്നാണ് ഗവേഷകർ ഈ ബാക്ടീരിയകളെ കണ്ടെത്തിയിരിക്കുന്നത്. സ്യൂഡോമോണാസ്, അസിനറ്റോബാക്ടർ തുടങ്ങിയ ഇനത്തിൽപ്പെട്ട ബാക്ടീരിയകൾക്ക് മുന്നിൽ വിഷമിശ്രിതങ്ങൾ നിഷ്പ്രഭമാകുമെന്നും മനസ്സിലാക്കി. അടുത്തതും ഒരു കണ്ടെത്തലുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അർബുദ രോഗബാധയുള്ള കോശങ്ങളെ കണ്ടെത്തി നശിപ്പിക്കുന്ന ടാർഗറ്റഡ് ക്യാൻസർ തെറാപ്പിക്ക് കുത്തിവയ്ക്കാവുന്ന ഹൈഡ്രോജൽ വികസിപ്പിച്ച ഇന്ത്യൻ സർവകലാശാല. ക്യാൻസർ രോഗബാധയുള്ള കോശങ്ങളെ കണ്ടെത്തി നശിപ്പിക്കുന്ന ടാർഗറ്റഡ് ക്യാൻസർ തെറാപ്പിക്ക് കുത്തിവയ്ക്കാവുന്ന ഹൈഡ്രോജൽ ഇൻജെക്റ്റബിൾ ഹൈഡ്രോജൽ വികസിപ്പിച്ച ഇന്ത്യൻ സർവകലാശാല ഏതാണ് എന്നാണ് ചോദ്യം. IIT ഗുവാഹത്തിയാണ് ആ മികച്ച നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. ക്യാൻസർ ചികിത്സാ രംഗത്ത് വലിയ ഒരു നേട്ടമാണിത്. എന്താണ് ഹൈഡ്രോജൽ എന്ന് കൂട്ടുകാർക്ക് അറിയണ്ടേ? ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള പരമ്പരാഗത ക്യാൻസർ ചികിത്സാ രീതികൾക്ക് ബദലായി
ആഗോളതലത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഹൈഡ്രോജൽ തെറാപ്പി. ആന്തരിക അവയവങ്ങളിലെ ട്യൂമറുകൾക്ക് ശസ്ത്രക്രിയ പലപ്പോഴും സാധ്യമല്ല. നിരന്തരമായുള്ള കീമോതെറാപ്പി കോശങ്ങൾക്കും അതുപോലെ തന്നെ രോഗിക്കും പലതരത്തിലുള്ള പാർശ്വഫലങ്ങളും ഉണ്ടാക്കും. ഈ വെല്ലുവിളികളെ നേരിടാനാണ് ട്യൂമറുകളുള്ള കോശങ്ങളെ കണ്ടെത്തി അവയിലേക്ക് മാത്രം മരുന്നെത്തിക്കുന്ന ഹൈഡ്രോജൽ ഗവേഷകർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പാർശ്വഫലങ്ങളും കുറവാണ്. ഇതൊരു വലിയ നേട്ടം തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2023 തൃശ്ശൂരിൽ നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമഗ്ര റിപ്പോർട്ടിങ്ങിനുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2023 തൃശ്ശൂരിൽ നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമഗ്ര റിപ്പോർട്ടിങ്ങിനുള്ള പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് എന്നാണ് ചോദ്യം. ഉത്തരം മലയാള മനോരമയാണ്. മലയാള മനോരമ പത്രത്തിനാണ് ആ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ കൊല്ലത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ മികച്ച ദൃശ്യ മാധ്യമ കവറേജിനുള്ള പുരസ്കാരം മനോരമ ന്യൂസ് TV ചാനലും ഏഷ്യാനെറ്റ് ന്യൂസും പങ്കിട്ടു. അടുത്ത ചോദ്യം. ഖേൽ രത്ന പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. ഈ വർഷത്തെ ഖേൽ രത്ന പുരസ്കാരം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ് എന്നാണ് ചോദ്യം. ഉത്തരം D. ഗുഗേഷ് ആണ്. ലോക ചെസ് ചാമ്പ്യനായ ഭാരതത്തിൻ്റെ അഭിമാനമായി തീർന്ന D. ഗുഗേഷ് ആണ് ഖേൽ രത്ന പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. ഇന്ന് നമുക്ക് ഖേൽ രത്ന പുരസ്കാരത്തിനെ കുറിച്ച് ചില വിവരങ്ങൾ പഠിക്കാം. മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന പുരസ്കാരം ഇന്ത്യയിലെ പരമോന്നത കായിക ബഹുമതിയാണ് മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന പുരസ്കാരം. ഇത് 1991 സ്ഥാപിച്ചത്. ആദ്യ കാലഘട്ടങ്ങളിൽ ഇത് ഇന്ത്യയുടെ 6ാമത്തെ പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധിയുടെ പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. 2021 ഓഗസ്റ്റ് 6 ഇന്ത്യയുടെ ഹോക്കി മാന്ത്രികനായ ലോകം കണ്ട ഏറ്റവും മികച്ച ഹോക്കി താരങ്ങളിലൊരാളായ മേജർ ധ്യാൻ ചന്ദിൻ്റെ പേരിലേക്ക് ഈ പുരസ്കാരം മാറ്റിയത്. 25 ലക്ഷം രൂപയാണ് ഈ മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക. ഇനി നമുക്ക് ഈ പുരസ്കാരം ലഭിച്ച ചില പ്രധാന വ്യക്തികളെ പരിചയപ്പെടാം. ഇതിൻ്റെ ആദ്യത്തെ ജേതാവ് വിശ്വനാഥൻ ആനന്ദാണ്. ചെസ് ഗ്രാൻഡ് മാസ്റ്റർ വിശ്വനാഥൻ ആനന്ദ്. അദ്ദേഹത്തിൻ്റെ 1991-92 വർഷങ്ങളിലെ പ്രകടനത്തിനാണ് ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചത്. അടുത്തത് 2001 ഷൂട്ടിംഗ് താരം അഭിനവ് ബിന്ദ്രയ്ക്ക് തൻ്റെ 19ാം വയസ്സിലായിരുന്നു ഈ പുരസ്കാരം ലഭിച്ചിരുന്നത്. അദ്ദേഹമായിരുന്നു നേരത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ഖേൽ രത്ന ജേതാവ്. ദൊമ്മരാജു ഗുഗേഷിന് ഈ പുരസ്കാരം ലഭിച്ചതോടെ ആ റെക്കോർഡ് കടന്നിരിക്കുകയാണ്. അപ്പോൾ 2001 അഭിനവ് ബിന്ദ്രയ്ക്ക് ലഭിച്ചിരുന്നു. അദ്ദേഹത്തിന് 2008 ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആദ്യത്തെ ഗോൾഡ് മെഡലും സ്വന്തമാക്കാൻ കഴിഞ്ഞു. അടുത്ത പ്രധാനപ്പെട്ട താരം കർണം മല്ലേശ്വരിയാണ്. 1994-95 വർഷങ്ങളിലെ പ്രകടനത്തിനാണ് കർണം മല്ലേശ്വരിക്ക് ഈ പുരസ്കാരം ലഭിച്ചത്. ആദ്യമായിട്ട് ഖേൽ രത്ന പുരസ്കാരം നേടുന്ന വനിതാ താരം കൂടിയാണ് കർണം മല്ലേശ്വരി. കർണം മല്ലേശ്വരിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന വനിത. 2000 വെയ്റ്റ് ലിഫ്റ്റിങ്ങിലാണ് കർണം മല്ലേശ്വരിക്ക് വെങ്കല മെഡൽ കിട്ടിയത്. മറ്റൊരു താരം സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ഖേൽ രത്ന പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ ക്രിക്കറ്റ് താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. ഇനി നമുക്ക് ഈ വർഷം ഖേൽ രത്ന പുരസ്കാരം ആർക്കൊക്കെയാണ് ലഭിച്ചതെന്ന് നോക്കാം. ലോക ചെസ് ചാമ്പ്യൻ D. ഗുഗേഷിനൊപ്പം തന്നെ പാരീസ് ഒളിമ്പിക്സിലെ ഇരട്ട മെഡൽ ജേതാവ് ഷൂട്ടിംഗ് താരം മനു ഭാക്കർ, അതുപോലെ ഇന്ത്യൻ ഹോക്കി ടീം പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ വെങ്കല മെഡലിലേക്ക് നയിച്ച ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ്, പാരീസ് പാരാലിമ്പിക്സ് ഹൈ ജംപ് T64 ഇനത്തിൽ സ്വർണം നേടിയ പ്രവീൺ കുമാർ എന്നിവർക്കും ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. രാജ്യത്തെ വിവിധ കായിക പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്തത് അർജുന അവാർഡ് ലഭിച്ച പ്രധാനപ്പെട്ട താരം ആരാണെന്ന് നോക്കാം.
ഈ വർഷം അർജുന അവാർഡ് നേടിയ 32-ൽ 17 പേരും പാരാ അത്ലീറ്റുകളാണ്. അതുപോലെ മലയാളി നീന്തൽ താരം സജൻ പ്രകാശിന് ഈ വർഷത്തെ അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട താരം മലയാളി താരം സജൻ പ്രകാശ്. 2 ഒളിമ്പിക്സുകളിലും 3 വീതം ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ് എന്നിവയിലും സജൻ പ്രകാശ് ഇന്ത്യയെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. അടുത്തത് ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരം ആർക്കാണെന്ന് നോക്കാം. ബാഡ്മിൻ്റൺ കോച്ചായ എസ് മുരളീധരനാണ് ഈ വർഷം ആ പുരസ്കാരം ലഭിച്ച വ്യക്തികളിൽ പ്രധാനി. നിലവിൽ ബാഡ്മിൻ്റൺ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ വൈസ് പ്രസിഡൻ്റാണ് എസ് മുരളീധരൻ. ഇനി നമുക്ക് ഇന്നലത്തെ ബോണസ് ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയണ്ടേ? എന്നാൽ നമുക്ക് വേഗം തന്നെ ആൻസർ നോക്കാം. ചോദ്യം ഇതായിരുന്നു: ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് വനിതാ വിഭാഗം ചാമ്പ്യൻ ആരാണ്? ഇതായിരുന്നു ചോദ്യം. ആൻസർ എന്താണ്? കൊനീരു ഹംപിയാണ് ഈ വർഷത്തെ ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് വനിതാ വിഭാഗം ചാമ്പ്യൻ. മറക്കരുത്, ഇന്ത്യൻ താരമായ കൊനീരു ഹംപി. ഇനി നമുക്ക് ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്: MT വാസുദേവൻ നായർ ആദ്യമായി എഴുതിയ തിരക്കഥ ഏത് ചലച്ചിത്രത്തിനു വേണ്ടിയാണ്? MT വാസുദേവൻ നായർ ആദ്യമായി എഴുതിയ തിരക്കഥ ഏത് ചലച്ചിത്രത്തിന് വേണ്ടിയാണ്? ഉത്തരം അറിയാവുന്നവർ മറക്കാതെ കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി താങ്ക് യു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.